അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ ഉഖൂ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് യുദ്ധത്തിൽ ഭാഗവഹിച്ച ഒരു മഹാനായിട്ടുണ്ട്. ആ മഹാൻ്റെ കാലിൻ്റെ ഭാഗത്തിൽ വലിയൊരു അടി, ഒരു ഗായായ ಗುರುತಿಂತು പണ്ടപ്പോൾ അവർ ഗായായിന്ത് അത് വലിയൊരു ഗുരുത്ത് കണ്ടയിന്ത്. അപ്പോൾ യസീദ് ബിൻ അബി ഉബൈദ ചെല്ല് സഹാബി ചെല്ല് ನಾನು സലമത്തിനിട്ട് കേട്ടെ, അല്ല സലമത്തെ, നിങ്ങളുടെ കാലിൻ്റെ ഭാഗത്ത് ഭയങ്കര ഒരു ഗായ കാണ്ടല്ലേ, അത് എന്തൊരു വിഷയമാണ്? അപ്പോൾ സലമത്ത് ചെന്ന് ലർബത്തുൻ അസാബത്തിനി യൗമ ഖൈബർ, ഇത് ഖൈബർ യുദ്ധത്തിൽ ഞങ്ങൾ പോയപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉണ്ടായ വലിയൊരു ഒരു അടിയായിട്ട് തിന്നക്ക് യുവത്തോ ചെന്ന അടിയിൽ മനുഷ്യന്മാർ ചെന്നാൽ ഉസീബ സലമത്ത് ഇതോടുകൂടെ സലമത്തിൽ അന്ത്യമായിട്ട് ഈ ഒരു ഗായത്തിൽ നിൻ്റെ സലമത്ത് മേൽ പോലല്ല ചെന്നെങ്കിൽ വിപരീതമായിട്ട് രക്തസ്രാവലായിട്ട് കംപ്ലീറ്റായിട്ട് എൻ്റെ ആശ പൊട്ടുന്നവർ മനുഷ്യന്മാർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ നബി തങ്ങ് ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സലമത്ത് 3 വട്ട ഊതലോട് കൂടെ ഫമസ്ത കൈത്തുഹ ഹത്തസാത്തി, അതിൽ പിന്നെ ഒരു പിന്നെ ഗായം അഥവാ ഒരു നൊമ്പലും ഞാൻ അനുഭവിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടത് ഗുണമായി പോയിട്ട്, സമ്പൂർണ്ണമായിട്ടത് ഷിഫയായി പോയിട്ട് എന്ന് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ ഉഖൂ റളിയല്ലാഹു എന്ന് ചൊല്ലി ഇമാം ബുഖാരി ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ഊത്തിലൊരു ബർക്കത്ത് നോക്കൂ. സമ്പൂർണ്ണമായിട്ട് ആശ വിട്ട ഒരു വാളിൻ്റെ തൻ്റെ കേവലം ഒരു ഊത്ത് കൊണ്ടു, തൻ്റെ മന്തിച്ച് ഊതൽ കൊണ്ടു സമ്പൂർണ്ണമായിട്ട് അതിനെ ഷിഫയാക്കി കൊടുത്തു. ഇതുപോലത്തെ ഒരു സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു. ഒരു പെണ്ണിങ്ങ തൻ്റെ മോൻ്റെ കുട്ടിയുണ്ടു നബിത്തങ്ങളുടെ ബന്ത് നബിത്തങ്ങളുടെ ചെന്ന് തിന്നബനി ബിഹി ജുനൂനുൻ, ഓ നബിയെ, എൻ്റെ മോന് ഒരു പിരാങ്ക് ഒരു മാനസികൻ്റെ ചെല്ല ആ നിനക്കത്തെ ഒരു രോഗമായിട്ടിക്കട്, ജാവും പോലായിട്ട് അവന് തിന്നൊരു സ്വഭാവമായിട്ടിക്കട്, ജാവും പോലും തിന്നരമേ സ്വഭാവം, തിന്നറ പക്ഷേ പിന്നെ തിൻ്റെ അടയാളൊന്നും ശരീരത്ത് കാണില്ല, ചെന്നെങ്കിൽ ഒരു തടി പണ്ട് അങ്ങനത്തെ വിഷയമില്ല, ഒട്ടും തിന്നറായിട്ടിക്കട്, ജാവും പോലും എന്ത് കൊടുത്തും തിന്നറ ബറോബരി തിന്നറ, അങ്ങനത്തെ രോഗം അവന് ഭയത്ത് കൊടുത്ത് നമുക്ക് സാധ്യമല്ല. ആനക്ക് ചെല്ല് മാനസിക പിടിച്ചെങ്കിൽ ചില സൈത്താൻ പിടിച്ചെങ്കിൽ തിന്നറ സ്വാഭാവിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഫമസഹ സദ്റഹു വദഅ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ കിടാവിടെ മുട്ട വിളിച്ചിട്ട് നെഞ്ഞ് കൊന്നു പൂഞ്ഞിത്ത് എന്നിട്ട് ദ്വാർന്നിട്ട് പിന്നെ ആ കിടാവിടെ പിന്നെ ഭയത്തിൽ നിന്നിട്ട് വലിയൊരു പാമ്പ് പോലത്തെ ഒരു പുഴു ഉൽഗത്തെ ഭയത്തെ ഉൽഗത്തിൻ്റെ ഒരു പുഴു എന്തായിട്ട് വിസർജിച്ച് പോയിട്ട് അത് ബിമൂജിസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ മൂജിസത്തായിട്ട് കേവലം നെഞ്ഞ് തടകി കൊടുത്തപ്പോൾ ഭയത്തിൽ സാധാരണ ഇപ്പം ഞങ്ങളെ മക്കുകളെല്ലാം ഭയത്തിൽ പുഴുവോടും ഞങ്ങൾ മാത്രമേ കൊടുക്കണം, മക്ക പിന്നെ വിസർജിച്ചിട്ട് പോകണില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമായിരിക്കട്ടെ. പക്ഷേ അതിനായിട്ട് ഒരു ഗംഭീരമായ ഒരു സീക്കായിട്ട് എത്ര തിണ്ടെങ്കും എന്താവല്ലേ വേറെ അറിയാത്തൊരവസ്ഥ. അപ്പോൾ കേവലം നെഞ്ഞിൻ്റെ ഭാഗത്തൊന്ന് തടവി കൊടുത്തപ്പോൾ ആ കിടാവിടെ ഭയത്തിൽ നിന്നിട്ട് പുഴു പോലത്തെ വറുത്തു പോയിട്ട്, അപ്പോൾ അതായിരിക്കും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അക്ഷരാർത്ഥത്തിൽ അത് അങ്ക് മദീനത്തങ്ക് ഒരു ഡോക്ടറിൻ്റെ ചെല്ല എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം, ആരോഗ്യത്തെ വിഷയത്തിനും അതല്ലാത്ത എല്ലാ വിഷയത്തിനും മനുഷ്യരെ സർവ്വ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മുസ്ലിമീമോ പരിഹാരമായിട്ട് എന്നൊക്കെ ഇതിൽ മനസ്സിലാവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവിലെ എല്ലാ സമസ്യങ്ങൾ അല്ലാഹു നമുക്ക് അല്ലാഹു പരിഹരിച്ച് തരുമാറാകട്ടെ. ആരോഗ്യം ആഫിയത്ത് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഉമ്മ അബ്ബമാർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ചെങ്കിൽ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് കൊടുക്കട്ടെ. എല്ലാ ആഫത്തും മുസീബത്തൊട്ട് അല്ലാഹു ഞങ്ങളെയും കുടുംബത്തിന് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി.